കോഴിക്കോട് സരോവരത്തിൽ വിജിൽ എന്ന ചെറുപ്പക്കാരന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചതുപ്പിൽ താഴ്ത്തി എന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. ആ സ്ഥലത്ത് ഇപ്പോൾ പരിശോധനയ്ക്കായി അവരെ എത്തിച്ചിരിക്കുകയാണ്. പ്രതികളുമായിയാണ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുള്ളത്. ഫോറൻസിക് സംഘവും ഇവർക്കൊപ്പം ഉണ്ട്. രാഹുൽ KV വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഈ സുഹൃത്തിനെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണോ പരിശോധനാ സംഘം ഈ പ്രതികളുമായി പോകുന്നത്? രാഹുൽ, കേൾക്കാമെന്ന് കരുതുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? തുടർ പരിശോധനകൾ എങ്ങനെയായിരിക്കും നടത്തുക? മോത്തി, സ്ഥല പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. ഒരു പ്രതിയെയാണ്, നിഖിലിനെയാണ് ഇപ്പോൾ സരോവരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി വിജിലിനെ കുഴിച്ചുമൂടിയ സ്ഥലം പ്രതി കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരുണ്ട് സ്ഥലത്ത് കാവലിനായി, ഒപ്പം ഫോറൻസിക് സംഘം, റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അങ്ങനെ ചേർന്നുള്ളൊരു പരിശോധനയിലേക്ക്, വിശദമായ പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. നമുക്കറിയാം 6 വർഷം മുൻപ് നടന്ന കേസാണ്. അതുകൊണ്ട് ഈ സ്ഥലം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഏതായാലും ഇപ്പോൾ തന്നെ കടന്നുകൊണ്ടിരിക്കുന്നത്. കേസിൽ ഒരു പ്രതിയെ മാത്രമാണ് നിലവിൽ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിഖിലാണ്. നിഖിലിനും മറ്റു സുഹൃത്തുക്കളും വിജിലും ചേർന്നുകൊണ്ടാണ് സ്ഥലത്ത് വെച്ച് ലഹരി ഉപയോഗിക്കുകയും പിന്നീട് വിജിൽ മരണപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ആ ചതുപ്പിൽ കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന്, അതായത് വിശദ പരിശോധന നടക്കാൻ പോകുന്ന സ്പോട്ടിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ അപ്പുറയാണ് ഈ ചതുപ്പ് നിലം വരിക. അവിടത്തേക്കാണ് അന്വേഷണ സംഘം പോയിട്ടുള്ളത്. വലിയൊരു മോട്ടറിന്റെ സഹായമൊക്കെ ഈ തിരച്ചിലിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചതുപ്പ് നിലമാണ്, വെള്ളം വറ്റിക്കേണ്ടതായി വരും. അതുകൊണ്ട് പൈപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. മണ്ണുമാന്തി യന്ത്രവും സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിശദ പരിശോധനയാണ്. 2019 ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആദ്യമേ തന്നെ മിസ്സിംഗ് കേസാണ് എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. പല തവണകളിലായി അന്വേഷിച്ചു. ഈ പ്രതികളെ പല തവണകളിൽ ചോദ്യം ചെയ്തുവെങ്കിലും, മൊഴി എടുത്തുവെങ്കിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ, പക്ഷേ ഒന്നും വിട്ടുപറയാൻ ഇവർ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അതിനിർണായകമായ ഒരു വഴിത്തിരിവ് 6 വർഷങ്ങൾക്കിപ്പുറം ഉണ്ടാകുന്നത്. ഏതായാലും അതിൽ ഒരു പരിശോധനയിലേക്കാണ്. ഇന്നലെ കൊയിലാണ്ടി കോടതി 3 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. തൊട്ടു പിന്നാലെ തന്നെ പോലീസ് തെളിവെടുപ്പിലേക്ക് കടന്നിരുന്നു. നിഖിലിനെ ആദ്യമേ കല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ വിജിലിന്റെ ബൈക്ക് കൊണ്ടുപോയി ഈ പ്രതികൾ ഉപേക്ഷിച്ചിരുന്നു. അതായത് വിജില് ഈ ബൈക്ക് ഇവിടെ നിർത്തി ട്രെയിനിൽ കയറി മറ്റെങ്ങോട്ടോ പോയി എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബൈക്ക് അവിടെ ഉപേക്ഷിച്ചിരുന്നത്. അത് കാടുമൂടിയ പ്രദേശത്ത് നിന്നും ഇന്നലെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനിർണായകമായ ഒരു ഘട്ടത്തിലാണ് കേസുള്ളത്. കുഴിച്ചു മൂടി അതിനു മുകളിൽ കല്ലുകൾ നിരത്തി എന്നുള്ള പ്രതികളുടെ മൊഴിയാണ്. സരോവരം ചതുപ്പിലെ പരിശോധനയ്ക്കായി പ്രതിയെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതികളിൽ ഒരാളെ മാത്രമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഫോറൻസിക് സംഘവും ഒപ്പമുണ്ട്. വിശദവിവരങ്ങളാണ് രാഹുൽ KV.